കുറേ ആയിട്ട് നമ്മൾ ചെയ്യണം എന്ന് കരുതി പെൻഡിങ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. നമുക്ക് വരുന്ന ഓർഡേഴ്സ് എല്ലാം കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പിന്നെ ചില കേക്കുകൾ വരുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടു തരുന്ന കേക്കുകളുണ്ട്. പക്ഷെ അങ്ങനത്തെ കേക്കുകളിൽ നമുക്ക് ഈ കേക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്കിൻ്റെ ടോപ്പിൽ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ഒരു ലോഡ് ക്രീമാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നോർമലി ഇത്ര ക്രീം വരുന്ന കേക്കുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അത്രയ്ക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഈ ഒരു ഡിസൈൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു അവസരം തന്നത് ഒരു തമിഴ് ഫാമിലിയാണ് കേട്ടോ. അതും ഈ ഒരു കേക്കിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മലയാളി അല്ലാത്ത ഒരാൾക്ക് വേണ്ടി കേക്ക് ചെയ്യുന്നത് കേട്ടോ. ചേച്ചി എന്നെ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ഒരു മലയാളി ഫ്രണ്ടിനെ കൊണ്ടൊക്കെയാണ് വിളിപ്പിച്ചത്. തമിഴ് എനിക്കറിയില്ല എന്നുള്ളൊരു ധാരണയില്ല. എനിക്ക് ശരിക്കും തമിഴ് അറിയൊന്നുമില്ല. എനിക്ക് കൂടി നമ്മൾ എത്രയോ തമിഴ് ഫിലിം കണ്ടിരിക്കുന്നു. വിജയണ്ണനൊക്കെ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് കുറേ തമിഴ് സംസാരിക്കാൻ കിട്ടിയൊരു അവസരം കൂടിയായിട്ട് ഞാൻ അത് കണക്കാക്കി ഞാൻ പേസലാം എന്നും പറഞ്ഞ് സംസാരിച്ച് സെറ്റാക്കിയിട്ടുള്ളൊരു ഓർഡറാണ്. ഞാൻ ഈ ഡിസൈൻ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇത് ശരിയായി വരുമോ, ഇത് ഫ്ലവറിൻ്റെ ലുക്ക് ആവുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് ഏകദേശം പിഴ കിട്ടി, സംഭവം സക്സസ് ആയിട്ടുണ്ട് എന്ന്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത ചോക്ലേറ്റും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞി ബോർഡറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു ഹാപ്പി ആനിവേഴ്സറിൻ്റെ ടോപ്പറും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആളെന്നെ പറഞ്ഞു ഇതിൻ്റെ പെറ്റൽസൊക്കെ എങ്ങാനും ആ ഒരു ഭംഗി പോയാലോ എന്ന് കരുതി ആൾ പറഞ്ഞു ബേസിൽ തന്നെ എഴുതിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ ബേസിൻ്റെ ഒരു സൈഡിൽ ഹാപ്പി ആനിവേഴ്സറി എന്നും മറ്റേ സൈഡിൽ മൈ ലവ് എന്നും എഴുതി കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.